ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം. ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇവയെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു 2 ടീസ്പൂൺ 1 ടീസ്പൂണൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതാ നമ്മുടെ സവാള നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് സവാളയും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി അധികം ഒന്ന് ഓവറായിട്ട് വെന്ത് പോകുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയൊക്കെ ചേർത്ത് അതിലേക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാത്തിനും പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ ഉള്ളിയുടെ കൂടെ കുറച്ച് അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് കൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു 1/2 കിലോ ബീഫാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ബീഫ് കറിയെല്ലാം ഉണ്ടാക്കുന്നത് കറിക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കറി ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 4-5 വിസിലാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുക്കർ ഒരു 5 വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതൊന്ന് തുറന്നെടുക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ വേറൊരു ചട്ടിയിൽ നിന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള
കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.